Hallo, guten Morgen. Hallo, guten Morgen. Ja, guten Morgen, wie geht's? Sehr gut. Und Ihnen? Ja, ich bin gut, danke. So, fangen wir Danke. an. Ja, bitte. Was gut, diskutieren wir in eurer letzten Unterricht? Ja, നമ്മള് സെന്റൻസസ് ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെൻസസ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഡിസ്കസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. Yes, ma'am. Yes, ma'am. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ ഗൈസ്, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഈ ടെൻസസിൽ കൺഫ്യൂഷൻ ഉള്ളവര് ഓർ ഡൗട്ട്സ് ഉള്ളവരുണ്ടോ? ഓർ ഇനിയും റിപ്പീറ്റ് ചെയ്യണം എന്ന് തോന്നുന്നവരുണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിയാണ്ട് A2 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ആർക്കെങ്കിലും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. ഒന്നുകൂടെ മൂന്നും കൂടെ ഒരുമിച്ചൊന്ന് റിപ്പീറ്റ് ചെയ്ത് തരാമോ? ഓ ഷുവർ. ഓക്കെ, let me share the screen. ഓക്കെ ഗൈസ്, സോ നമുക്ക് ഫസ്റ്റില് പ്രസന്റ് ടെൻസ് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഫ്യൂച്ചർ പറയാം, എന്നിട്ട് പാസ്റ്റും പറയാം. സ്ക്രീൻ വിസിബിൾ? സ്ക്രീന് വിസിബിൾ അല്ല? Yes. സോ ഒരു പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് ചെയ്യുന്ന ടൈമില് നിങ്ങൾ എവിടെയാ അതിന് സബ്ജക്ട് എവിടെയാ കൊടുക്കുക? ഫസ്റ്റില് നമ്മൾ പഠിച്ചതാണ് സെന്റൻസ്. First. യെസ്, First or third position. യെസ്, ഫസ്റ്റ് ഓർ തേർഡ് ആണ്. Third position. ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ആണ്. ആൻഡ് ഗൈസ്, നമ്മൾ തേർഡിൽ കൊടുത്തിട്ട് വരുന്ന സെന്റൻസ് ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ? തേർഡ് പൊസിഷൻ സബ്ജക്ട് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്? ഇല്ല അല്ല? ഇല്ല, ഫസ്റ്റ് പൊസിഷനിലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ A1 ബേസിക്കലി ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് നമ്മൾ പഠിക്കുക. പക്ഷെ നമുക്ക് ഇന്ന് ജസ്റ്റ് തേർഡിൽ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ നമുക്ക് ആദ്യം ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒരു പ്രസന്റ് ടെൻസ് സെന്റൻസ് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ അതിന്റെ സബ്ജക്ട് നിങ്ങൾ ഫസ്റ്റ് ഓർ തേർഡ് ആണ് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ അത് ഫസ്റ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത് തേർഡിലാണ് കൊടുക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് അതിന്റെ വേർബ് വന്നിട്ട് സെക്കൻഡ് പൊസിഷനിലാണ് കൊടുക്കുക. അതിന് നിങ്ങൾ കോൺജുഗേറ്റ് ചെയ്യുകയും വേണം. വേർബിനെ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് ദ തിങ് ഇസ്, നമ്മൾ അതിനെ വി ഹാവ് ടു കോൺജുഗേറ്റ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. എന്താണോ സബ്ജക്ട്, ആ സബ്ജക്റ്റിന്റെ ബേസിൽ നമ്മൾ ഈ ഒരു വേർബിനെ കോൺജുഗേറ്റും ചെയ്യണം. ആൻഡ് ദ റൂൾ ഇസ്, ഇതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ ഫസ്റ്റ് പഠിച്ച റൂളാണിത്. വെനെവർ ഈസ് ഓർ ആം ഓർ ആർ comes with another verb, then we must remove is, am, are from the sentence. അതായത് is, am, are ഏതെങ്കിലും മറ്റൊരു വേർബിന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വേർബിനെ റിമൂവ് ചെയ്തിട്ട് മെയിൻ വേർബിനെ കോൺജുഗേറ്റ് ചെയ്യണം സെക്കൻഡ് പൊസിഷനിൽ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു സെന്റൻസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഐ ആം മിലൻ എന്ന് കാണാം നിങ്ങൾക്ക്. എഷ് ബിൻ മിലൻ, then I'm living in Berlin, ich wohne in Berlin എന്നും കാണാം. സോ ഇതിലെല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റില് ഐ ആം മിലൻ, ഇതിലൊരു ഒറ്റ വേർബ് മാത്രമേ ഉള്ളൂ, ആം മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യും. നമ്മുടെ റൂള് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈസ് ആം ആറിന്റെ കൂടെ മറ്റൊരു വേർബ് വന്ന് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. സോ ഇവിടെ ജസ്റ്റ് മറ്റൊരു വേർബ് ഒന്നും ഇല്ല. ഈസ് ആം ആറില് ആം മാത്രമേ ഉള്ളൂ. ബാക്കി verb to live, to eat, to drink ഇതൊന്നും ഇവിടെ വരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ആമിനെ അതുപോലെ യൂസ് ചെയ്യുക. സോ ദി സെന്റൻസ് ഇസ് എഷ് ബിൻ മിലൻ.
അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് ഐ ആം ലിവിങ് ഇൻ ബെർലിൻ എന്നുള്ളതാണ് ഇവിടെ സെന്റൻസ്. ആമും ലിവിങ്ങും ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആമിനെ കട്ട് ചെയ്ത് ടു ലിവ് എന്നുള്ള വേർബ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇഷ് വോന ഇൻ ബെർലിൻ, ഇഷ് വോന ഇൻ ബെർലിൻ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് he is learning German. He is learning German or learned Deutsch or learned Deutsch. So first position subject, second position verb, and third position എന്താണോ വരുന്നത്, noun ആണോ adjective ആണോ എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് അതുപോലെ കൊടുക്കാം. സോ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു പ്രസന്റ് ടെൻസ് സെന്റൻസ് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് പൊസിഷൻ ഓർ തേർഡ് ആയിരിക്കും അതിന്റെ സബ്ജക്റ്റ് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡിൽ വന്നിട്ട് വേർബിനെ കോൺജുഗേറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമതാണ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ വൺ മോർ തിങ്, ഈസ് ആം ആറിന്റെ കൂടെ മറ്റൊരു വേർബ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഈസ് ആം ആറിനെ കട്ട് ചെയ്തിട്ട് മറ്റൊരു വേർബിനെ കോൺജുഗേറ്റ് ചെയ്തു. മറ്റൊരു വേർബ് എന്ന് പറയുന്ന ടൈമിൽ ഈസ് ആം ആർ അല്ലാത്ത മെയിൻ വേർബ്, ഇതല്ലാത്ത ആ ഒരു സെന്റൻസിൽ വരുന്ന മെയിൻ വേർബ് അതിനെ കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെന്റൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ജസ്റ്റ് ഞാനൊരു സെന്റൻസ് പറയാം. Today I'm going to Germany. I'm going to Germany today, or today I'm going to Germany. ഇത് നിങ്ങൾ പഠിച്ച സ്ട്രക്ചറിൽ നിങ്ങളൊന്ന് പറഞ്ഞു. ഫസ്റ്റില് സബ്ജക്ട്, സെക്കൻഡില് വേർബ്. For today the word is heute. Ich gehe nach Deutschland heute. Heute nach Deutschland. Ich gehe heute nach Deutschland. Heute nach Deutschland. Nach Deutschland heute oder heute nach Deutschland. Okay, fine. സോ നമ്മൾ ഇതില് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് വേർബിനും സബ്ജക്റ്റിനുമാണ്. ഫസ്റ്റില് ഇഷ്യൂ കൊടുത്തു, ദെൻ ഗെഹെ സെക്കൻഡിൽ കൊടുത്തു, ആൻഡ് പിന്നെ നമ്മൾ പഠിച്ച റൂൾ ഉണ്ടായിരുന്നു ടു ജർമ്മനി, ദാറ്റ് ഇസ് നാക് ഡോയ്ച്ച്ലാൻഡ്. ഇത് നമ്മൾ തേർഡ് പൊസിഷനിലെ സബ്ജക്റ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇഷിന്റെ പൊസിഷൻ ആരെങ്കിലും എടുത്തു കഴിഞ്ഞു. ഇഷിന്റെ പൊസിഷൻ മോസ്റ്റ്ലി അത് എടുക്കുന്നുണ്ടാവുക ടൈം റിലേറ്റഡ് വേർഡ്സ് ആയിരിക്കും. ഇപ്പം ടുഡേ, ടുമോറോ, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ, ഇങ്ങനെയുള്ള വേർഡ്സ് മേ ബി ഫസ്റ്റ് പൊസിഷൻ എടുക്കും. ഇപ്പൊ ഇവിടെ ടുഡേ ഐ എം ഗോയിങ് ടു ജർമ്മനി, സോറി നമ്മള് ടുഡേ ഐ എം ഗോയിങ് ടു ജർമ്മനി എന്നുള്ള സെന്റൻസ്. സോ ഈ സെന്റൻസിൽ ഫസ്റ്റ് നമ്മുടെ ഹോയ്റ്റെ പറഞ്ഞു. ഓക്കെ, ഹോയ്റ്റെ gehe ich nach Deutschland. Heute gehe ich nach Deutschland എന്നും നമുക്കിത് പറയാം. Let me write it in the chat. Heute gehe ich nach Deutschland. Heute gehe ich nach Deutschland. ഇങ്ങനെ നമുക്ക് ഈ ഒരു സെന്റൻസിനെ പറയാം. ഇതിന്റെ പൊസിഷൻ ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങള്. Heute gehe ich nach Deutschland. ഇത് എവിടെയാ സബ്ജക്ട് വന്നിട്ടുള്ളത്? തേർഡിലാ വന്നിട്ടുള്ളത്. നമ്മുടെ വേർബിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇവിടെ? ഇല്ല. വേർബിനെ നമ്മൾ കറക്റ്റ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്താ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് പൊസിഷൻ ഒരു വേർഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇങ്ങനെയുള്ള വേർഡ്സിനെ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കാം, ഇറ്റ്സ് ഫൈൻ. ഇപ്പം ഹൈറ്റ്, ഇപ്പം മോർഗൻ ഒക്കെ നമുക്ക് ആ ഒരു ഫസ്റ്റ് പൊസിഷൻ അതിന് കൊടുക്കാം. ഈ ടൈം റിലേറ്റഡ് വേർഡ്സിനൊന്നും ആ ഒരു കറക്റ്റ് പൊസിഷൻ എന്നുള്ളതില്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു സെന്റൻസ് പറഞ്ഞ ടൈമിൽ നമ്മൾ ഇപ്പോ നമ്മുടെ ഇപ്പൊ നിങ്ങളിൽ ചിലര് പറഞ്ഞു ich gehe nach Deutschland heute oder ich gehe heute nach Deutschland. ഇതെല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇപ്പം ഒരു ടൈം റിലേറ്റഡ് വേർഡ് വെച്ച് നിങ്ങൾ ഒരു സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അതിലെ സബ്ജക്റ്റും വേർബും എല്ലാം കറക്റ്റ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന വേർഡ്സ് ഇപ്പം ടൈം റിലേറ്റഡ് വേർബ്സ് ലൈക്ക് ഗെസ്റ്റ് ടേൺ, ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് എവിടെയാണോ, അതായത് ഇതിന്റെ റൂൾസ് തെറ്റിക്കാണ്ട് നിങ്ങൾക്ക് എവിടെ കൊടുക്കാൻ പറ്റുമോ അവിടെ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഓക്കെ, സോ heute gehe ich nach Deutschland.
ഇനി നമുക്ക് ജസ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞു നോക്കാം. ഓക്കെ. Now I'm buying a pen. Now I am buying a pen. I buy a pen now. Both. I buy a pen now. To buy, the verb is kaufen. Let me write it in the chat. Kaufen. Kaufen means to buy. Now. For now. Now എന്നുള്ളതിന് word അറിയാം നിങ്ങൾക്ക്? Tested. Okay, perfect. Yes. So, I buy a pen now. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന രണ്ട് ഫോമിൽ ഈ സെന്റൻസ് ഒന്ന് ചെയ്തേ. അതായത് തേർഡ് പൊസിഷനിൽ സബ്ജക്ട് കൊടുത്തിട്ടും ഫസ്റ്റില് സബ്ജക്ട് കൊടുത്തിട്ടും ചെയ്യാൻ നോക്കാം കേട്ടോ.
Okay, have you done? Yes, ma'am. Yes, ma'am. ഓക്കെ, എങ്ങനെയായിരിക്കും ഫസ്റ്റ് വേർഷൻ, അതായത് ഫസ്റ്റില് സബ്ജക്ട് ഫസ്റ്റില് വന്നിട്ടുള്ളതൊന്ന് പറഞ്ഞേ. Ich kaufe ein Kaufe Kuli. ein Kuli Jetset. Okay, then next, the other one. Jetzt kaufe ich ein Kuli. Yes, perfect. Jetzt kaufe ich einen Kuli. Okay. Okay. So, ഇവിടെ നിങ്ങൾ ആർട്ടിക്കിൾ ഏതാ കൊടുത്ത? Is it eine oder einen? Einen. Yes. Einen. Very good. Einen ആണ് കേട്ടോ. What is the reason for einen? Kaufe. Accusative. Kaufe. Accusative verb. Accusative verb. Yes, accusative masculine ആണ് Verb. നമുക്ക് ഇവിടെ വരുന്നത്. Okay. Okay guys, so ഇത്രയേ ഉള്ളൂ കേട്ടോ. തേർഡില് ഇപ്പം നിങ്ങൾ തേർഡില് സബ്ജക്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മീൻ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ തേർഡില് സബ്ജക്ട് കൊടുത്തിട്ടും നിങ്ങൾക്ക് സെന്റൻസസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? Yes. Yes, ma'am. ഇനി നമുക്ക് ഫ്യൂച്ചർ, അതായത് നമ്മൾ വിൽ ഈ ഒരു വേർഡ് വെച്ചിട്ടാണ് നമ്മൾ A1 നിങ്ങൾ ഫുതൂർ ചെയ്യുന്ന ഫ്യൂച്ചർ ടെൻസസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റില് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ കോൺജുഗേഷൻ ആണ്. ഇതിന്റെ കോൺജുഗേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം. Ich würde, du wirst, sie es wird, wir würden, ihr würdet, sie würden und sie würden. സോ ഈ ഒരു കോൺജുഗേഷൻ ഫസ്റ്റില് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ആൻഡ് ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ മൊഡാൽ വെർബിന്റെ സെയിം ആണ്. ഇങ്ങനെയാണോ നമ്മുടെ മൊഡാൽ വെർബ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ ഒരു സെയിം സ്ട്രക്ചർ സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ മ്യോസ്റ്റനും വേർഡൻ, അതായത് ഇവിടെ നമ്മൾ വേർഡൻ ആണ് പറയുന്നത്. വേർഡൻ വെച്ചിട്ട് നമ്മൾ സെന്റൻസസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ വിൽ റീഡ് ദ ബുക്ക്. ഐ വിൽ റീഡ് ദ ബുക്ക്. Ich würde das Buch lesen. Ich würde das Buch lesen. Okay. അതുപോലെ തന്നെ ഐ വിൽ സിംഗ് ദ സോങ്. ഐ വിൽ സിംഗ് ദ സോങ്. എങ്ങനെയാ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്? Ich würde The slide singen. Line. The slide Singen. Yes. Yes, very good. Ich würde das Lied singen. Because നമ്മൾ സെക്കൻഡ് പൊസിഷൻ ആസ് ഫോർ verb, ഈ ഒരു മൊഡാൽ verb, സോറി ഇവിടെ നമ്മൾ വേർഡൻ ആണ് സെക്കൻഡ് പൊസിഷൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റിൽ വന്നിട്ട് നമ്മൾ ഇതിൽ വരുന്ന മെയിൻ വെർബിന് ഫുൾ ഫോമിൽ അല്ലെങ്കിൽ ഒറിജിനൽ ഫോമിൽ കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് സെന്റൻസ്, ഐ വിൽ കം ടുമോറോ auf Deutsch. Ich werde morgen kommen. Yes, ich würde morgen kommen. Morgen kommen. Okay. സോ ഇങ്ങനെയാണ് നമ്മൾ വില്ല് വെച്ച് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു ഈവൻ ലെവലിലുള്ള ഫ്യൂച്ചർ ടെൻസ് വെച്ച് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വേർബ് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിന്റെ സ്ട്രക്ചർ ആൻഡ് ഈ ഒരു വേർബിന്റെ കോൺജുഗേഷൻ ആണ് നിങ്ങൾ ഈ ഒരു പാർട്ടിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ യാ, അത് ക്ലിയർ ആണോ? വേർഡ് ക്ലിയർ? ഇനി നമുക്ക് പാസ്റ്റ് നോക്കാം. പാസ്റ്റ് എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ പ്രിറ്റേറിറ്റും ആൻഡ് ദെൻ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ. സോ അതിൽ ഫസ്റ്റ് വന്നിട്ട് പ്രിറ്റേറിറ്റും ചെയ്യാൻ നമുക്ക് ഫഗാങ്കൻ ഹൈറ്റിന്റെ രണ്ട് പാർട്ടാണ്. പാസ്റ്റ് ആണ് ഫഗാങ്കൻ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് പാർട്ടാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രിറ്റേറിറ്റും ആൻഡ് സെക്കൻഡ് വൺ ഇസ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ. ഇതില് വാസും ഹാഡും വെച്ച് വരുന്ന സെന്റൻസസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിറ്റേറിറ്റുമിൽ ചെയ്യുക. അല്ലാതെ വരുന്ന സെന്റൻസ് ചെയ്യാം. അല്ലാണ്ട് വരുന്ന സെന്റൻസ് നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ അല്ലെങ്കിൽ പാർട്ടിസിപ്സ് വൈ എന്നും പറയും കേട്ടോ. പാർട്ടിസിപ്സ് വൈ എന്ന് മാത്രം നമ്മൾ ഇതിന് പറയും. പാർട്ടിസിപ്സ് വൈ ഫോമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ അതിനായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് വാസും ഹാഡും വെച്ച് വരുന്ന സെന്റൻസ് ആണ് നമ്മൾ പ്രിറ്റേറിറ്റീവ്ലി ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഈ ഒരു വാസും ഹാഡും നമ്മുടെ കയ്യിൽ വേണം. സോ വാസിന്റെ കോൺജുഗേഷൻ, ദാറ്റ് ഇസ് വാരൻ. വാരന്റെ കോൺജുഗേഷൻ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഹാറ്റൻ, ഹാഡിന്റെ കോൺജുഗേഷൻ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ഫസ്റ്റില് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക.
എന്നിട്ട് സെന്റൻസസ് നോക്കുക. ഐ വാസ് സ്റ്റുഡന്റ്. ഇതിൽ ഒരു ചേഞ്ചും വരുത്താനില്ല. നമ്മൾ സെന്റൻസിലോ സ്ട്രക്ചറിലോ ഒന്നും ഒരു ചേഞ്ചും ഇല്ല. ഇതിൽ പ്രിറ്റേറിറ്റുമിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വേർബ്സ് ആണ് കേട്ടോ. വാരണും ഹാറ്റണും മാത്രമാണ്. സോ ഐ വാസ് സ്റ്റുഡന്റ്. ഐ വാസ് സ്റ്റുഡന്റ് എന്ന് എങ്ങനെ പറയും നമ്മള്? Ich war Student. Ich war Student. Ich war Student. Yes, ich war student or ich war Studentin. Then I had fever. I had fever. Ich hatte Fever. Hatte Fever. Fever. Ich hatte fever. Fever. He had a car. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടുണ്ടായിരുന്നത്? Er hatte ein Auto. Ein Auto. Yes, I had a Ein Auto. auto. Ein Auto. Okay, for auto it's auto. Auto. She was my friend. She was my friend. Sie war meine Meine Freundin. Sie war meine Freundin. Oh, Freundin. yes. സോ ഇത്രയേ ഉള്ളൂ. ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വാസും ഹാഡും മാത്രമാണ്. ഇതിന്റെ കോൺജുഗേഷൻ പഠിക്കാണ്ട് പോവരുത് കേട്ടോ. ഇതിന്റെ വാറിന്റെയും വാരൻ ഹാറ്റൻ ഈ ഒരു കോൺജുഗേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അറിയണം. സോ ഇപ്പൊ ഞാൻ ഏതൊരു ടെൻസ് ഞാൻ പ്രസന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്തെല്ലാം ആണ് പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളത്. ഫ്യൂച്ചർ പറഞ്ഞപ്പോഴും പറഞ്ഞു. സോ പാസ്റ്റില് പ്രിറ്റേറിറ്റുമിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പ്രിറ്റേറിറ്റുമിൽ ഈ ഒരു സാധനം മതി നിങ്ങൾക്ക്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാസും ഹാഡും വരച്ച് വരുന്ന ഏതൊരു സെന്റൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, then next is perfect participes why. ഇതിൽ വന്നിട്ട് നമ്മൾ വാസും ഹാഡും ഇല്ലാണ്ട് വരുന്നത്, അതായത് പാസ്റ്റ് ഫോം വെച്ചിട്ട് വരുന്ന സെന്റൻസസ് ചെയ്യാനാണ് നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ ഫോമിൽ നമ്മൾ സെന്റൻസസ് ചെയ്യുന്നത്. സോ ഹിയർ ഐ എം ഗോയിങ് ടു ഡൽഹി എന്നുള്ള പ്രസന്റ് ടെൻസ് ഇത് പാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഐ വെന്റ് ടു ഡൽഹി. ഐ വെന്റ് ടു ഡൽഹി. ഈ ഒരു ഗോ എന്നുള്ളത് വെന്റ് ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജർമ്മൻ വെർബ് ഇപ്പം ഗഹൻ, ഗഹൻ എന്നുള്ളത് ഗിഗാങ്കനായിട്ട് മാറും. നമുക്ക് ജർമ്മനിൽ എന്ത് വരുന്നുണ്ട്? പാസ്റ്റ് ഫോംസ് വരുന്നുണ്ട്. ജർമ്മനിൽ പാസ്റ്റ് ഫോംസ് വരുന്നുണ്ട്. സോ ഈ ഒരു ഗോ എന്നുള്ളത് വെന്റ് ആവുന്നത് പോലെ ഗഹൻ ഗഗാങ്കൻ ആവും. ഈറ്റ് എയ്റ്റ് ആവുന്നത് പോലെ എസൻ ഗഗേസൻ ആവും. ഡു ഡൺ ആവുന്നത് പോലെ മഖൻ ഗമാക്ട് ആവും. സോ ഇങ്ങനെ നമുക്ക് ഓരോ വേർബ്സിനും എന്ത് വരുന്നുണ്ട്? അതിന്റെ പാസ്റ്റ് ഫോംസ് വരുന്നുണ്ട്. സോ ഇതില് സ്ട്രക്ചർ, ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ എന്ന് പറയുന്ന ടൈമിൽ ഒരു സെന്റൻസ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന ടൈമിൽ അതിന് സെക്കൻഡ് പൊസിഷനിൽ, ഇനിയിപ്പം ഈ ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വേർബ് പറയുന്നില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സെക്കൻഡ് പൊസിഷനിൽ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് രണ്ട് ഹെൽപ്പിംഗ് വേർബ്സ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഫസ്റ്റ് വൺ ഇസ് sein, then haben. Yes. സോ sein ഹെൽപ്പിംഗ് വേർബും അതുപോലെ തന്നെ haben ഹെൽപ്പിംഗ് വേർബും ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ sein ഹെൽപ്പിംഗ് വേർബിന്റെ കോൺജുഗേഷൻ, haben ഹെൽപ്പിംഗ് വേർബിന്റെ കോൺജുഗേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് അതിന്റെ കോൺജുഗേഷൻ കിട്ടാം. ഇപ്പം വിയർ വരുന്ന ടൈമിൽ ഏത് ആറാണ്? സിൻഡ് ആണോ സൈഡ് ആണോ? സോ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. അതുപോലെ തന്നെ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കുകയും വേണം. ഓക്കെ, സോ സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ ഹെൽപ്പിംഗ് വേർബ്സ് ആൻഡ് ദ പാസ്റ്റ് ഫോം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, വേർബിന്റെ പാസ്റ്റ് ഫോം എന്നുള്ളത് എവിടെ കൊടുക്കും? നമ്മള് പാസ്റ്റ് ഫോം Last position. Past form ending. വെരി ഗുഡ്. എൻഡില് കൊടുക്കുക. എൻഡിലാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ അതിനെ കോൺജുഗേറ്റ് ചെയ്യുമോ? അതിനെന്തെങ്കിലും ചേഞ്ച് കൊടുക്കുമോ? Second. ഇല്ല. Past form of the നമ്മള് second. പാസ്റ്റ് വരുന്ന പാസ്റ്റ് ഫോം ഓഫ് ദ വേർബിന് ഒരു ചേഞ്ചും കൊടുക്കില്ല. അതിനെ എൻഡിൽ കൊടുക്കുക. ആൻഡ് ദെൻ സെക്കൻഡിൽ നമ്മൾ ഓൾറെഡി ഹെൽപ്പിംഗ് വേർബിനെ കോൺജുഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. സോ ഇതാണ് നിങ്ങൾ ഈ ഒരു പെർഫെക്റ്റ്, അതായത് പാർട്ടിസിപ്പ് സ്വയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഹെൽപ്പിംഗ് വേർബ് എന്തിന്റെ ബേസിൽ? ഓക്കെ, ഹെൽപ്പിംഗ് വേർബ് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ കൊടുക്കുക? സൈന് കൊടുക്കോ, നിങ്ങൾ ഹാബിന് കൊടുക്കോ? എന്തിന്റെ ബേസിലാണ് അതിനെ നിങ്ങൾ മനസ്സിലാക്കുക? There is movement, will use sein. If no movement, haben. Yes, perfect. If movement, then we use sein helping verb, and if there is no movement, then we use haben helping verb. Very good. Okay, so
ഇത്രയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ആൻഡ് ദെൻ ഹിയർ ഇസ് ദ ടേബിൾ ഓഫ് sein haben helping verbs. സോ ഇത് മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കുക. ആൻഡ് പിന്നെ അതുപോലെ തന്നെ പാസ് ഫോംസ് അല്ലെ, പാസ് ഫോംസ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറിയാത്തത് നിങ്ങൾ റിവേഴ്സ് ഓയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ലേ നമ്മൾ? Yes. Yes. Yes, yes. സോ അതുപോലെ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഒരു പുതിയ വേർബ്, പുതിയത് എന്നല്ല, പുതിയ ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയുന്ന വേർബിന്റെ പാസ്റ്റ് ആയി കഴിഞ്ഞാലും ഫസ്റ്റിൽ നിങ്ങളൊരു പാസ്റ്റ് കാണുകയാണെങ്കിൽ അത് പഠിക്കാൻ നോക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഗെഗാങ്കൻ, ഗെഗേസൻ, ഗെക്കോമൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാവും. പക്ഷെ ഒരുപാട് വേർബ്സ് അതിനെല്ലാം പാസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ടൈമിലെല്ലാം നിങ്ങളൊരു പുതിയ വേർബിന്റെ പാസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് വിത്ത് മീനിങ് അത് പഠിച്ചിട്ട് നിങ്ങൾ നിൽക്കുക. എന്നാലും നിങ്ങളുടെ സ്പീക്കിംഗ്, ഐ എം ഷുവർ നിങ്ങളുടെ സ്പീക്കിംഗ് പെട്ടെന്ന് ഇംപ്രൂവ് ആവുന്നുണ്ടാവും. ഓക്കെ, ഹിയർ zum Beispiel I'm eating salad. ഇതിന്റെ പാസ്റ്റ് I ate the salad. I ate the salad. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേ നിങ്ങൾ. Ich habe den Salat gegessen. Ich habe den Salat gegessen. I ate the salad എന്നുള്ള ഈ ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ നമ്മൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ടൈമിൽ ഹാവ് എന്നുള്ള ഒരു പുതിയ വേർഡ് ഇതിലോട്ട് വരികയാണ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ നോർമലി യൂസ് ചെയ്യുന്ന I eat ആണ്. I have eat. ഈ ഒരു സാധനം നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇത് നമ്മൾ ജർമ്മനിലാക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് വേണം? സെക്കൻഡിൽ ഹെൽപ്പിംഗ് വേർബ് വേണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹാബൻ ഓടെ സൈൻ എന്നുള്ള ഇത് നമുക്ക് വേണം. ഇവിടെ നമ്മൾ ഹാബൻ യൂസ് ചെയ്യാനുള്ള റീസൺ ഗെഗേസൻ. ഗെഗേസൻ ഇസ് ദ പാസ്റ്റ് ഓഫ് എസ്സൻ. എസ്സന്റെ മൂവ്മെന്റ് ഇല്ല. സോ നമുക്ക് ഹാബൻ ഹെൽപ്പിംഗ് വേർബ് മതി. സോ ഇഷ് ഹാബ് then den Salat. Den Salat accusative masculine ആണ്. സോ den Salat, then gegessen. Gegessen is the past form of essen. So gegessen. So the sentence is ich habe den Salat gegessen means I ate the salad. Ich habe den Salat gegessen. I ate the salad. Okay. Yeah. I have done my homework. Ich habe meine Hausaufgaben gemacht. Then guys, ഇതില് we came yesterday ഒന്ന് പറഞ്ഞു നോക്കി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. We came yesterday. So yesterday it's gestern. Yes, in Gestern, Yes, Gestern. dear Gestern, gekommen. gekommen. Yes, perfect. Dear Yes, then gestern. gestern gekommen. I saw my grandma. Ich Ich habe habe meine Großmutter Meine Großmutter gesehen. gesehen. Yes. Ich habe meine Großmutter gesehen. Oder ich habe Gesehen. Oma gesehen. Both are fine. So ഇത്രയേ ഉള്ളൂ നമ്മുടെ സോറി നമ്മുടെ പാർട്ടിസിപ്പ് സ്വൈ എന്ന് പറയുന്നത്. സോ ഇതിലെല്ലാം എന്താണോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അത് നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് സിമ്പിൾ ആയിരിക്കും കേട്ടോ. സ്പീക്കിംഗ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, ഞാനിവിടെ സെന്റൻസസ് പറയാം. നിങ്ങൾ ഞാൻ പ്രസന്റ് പറയാം, അതുപോലെ അതിനുശേഷം ഫ്യൂച്ചർ പറയും, ദെൻ പാസ്റ്റ് പറയും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, അത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്ന്. ഓക്കെ, അതിനിപ്പോ തെറ്റിക്കഴിഞ്ഞാലും ഇറ്റ്സ് ഫൈൻ, നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ പേര് വിളിക്കുന്ന ടൈമിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ I'm making pizza. I am making pizza or I'm cooking pizza. Okay, Liji. Yes, ma'am. 1 minute. Oh, sure. Take your time. Ich mache eine Pizza. Okay. I will make pizza. I will make pizza. Ich werde Mhm. eine Pizza machen. Okay. I made pizza. അതിന്റെ പാസ്റ്റ് വെച്ച് പറഞ്ഞു. ഓക്കെ, gemacht വെച്ചിട്ട് Gemacht. 1 minute. മാ ഒന്നുകൂടെ പറഞ്ഞു.
I made. Make in the past. I made pizza. Ich habe eine Pizza gemacht. Eine Pizza gemacht. Gemacht. Okay. Okay. Sehr gut, Lizi. Okay, thank Next, you, Madam. Maya. Ja, bitte. Ja. Maya. Yes, ma'am. Okay, Maya. I'm going to Germany. I'm going to Germany. I'm going. Ich gehe nach Deutschland. Nach Deutschland. Yes, ich gehe nach Deutschland. I will go to Germany. I will go to Germany. Ich werde nach Deutschland gehen. Okay, I went to Germany. I went. Goda past. Gegangen വെച്ച് ചെയ്ത്. Ich Use wenn, pen, paper. ich bin Ja. ich Moment, ich bin Ich bin. nach Deutschland Correct. gegangen. Gegangen. Yes, Ja. perfect. Perfect. Ich bin nach Deutschland gegangen. Ich bin nach Deutschland gegangen. Ja. Okay, Maya, sehr gut. Next, Shiba. Yes, ma'am. Okay, Shiba, I'm coming today. I'm coming today. Or I'm coming. Just I'm coming. It's fine. Ich I'm coming. komme. Ich Ich- komme. Okay. I will come today. I will come today. Or I will come tomorrow. Ich werde morgen. Ich werde morgen kommen. Yes, ich werde morgen kommen. Kommen. I came yesterday. I came yesterday. Ich bin gestern gekommen. Yes, perfect. Ich bin gestern gekommen. Okay, Shiba, sehr gut. Okay, Gia P. Augustin. Yes, ma'am. Okay, Gia, I'm studying. I'm studying or I'm studying German. Ich lerne Deutsch. Okay, very good. Ich lerne Deutsch. I will study tomorrow. I will study tomorrow. Ich werde Deutsch lernen morgen. Ich werde morgen Deutsch lernen or Deutsch lernen. Okay. Then I studied. Studied എന്ന് പറഞ്ഞു ഓക്കെ പാസ്റ്റ് വെച്ചിട്ട് Ich ഓക്കെ പാസ്റ്റ് അറിയോ ടു സ്റ്റഡി എന്നുള്ളതിന്റെ പാസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള Does anyone know the past of നമ്മൾ എങ്ങനെയാ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ നോക്കുക Ich habe gelernt. Yes. Ich habe gelernt. Aber Ich habe gelernt yeah, just German. എന്തെങ്കിലും ചേർക്കുക. ഇപ്പോ ich habe, I studied German എന്നാണെങ്കിൽ ich habe Deutsch gelernt. Gelernt. Yes, very good. Gelernt. That's it. Okay, Gia, then Akshay. Akshay.
Akshay, are you there? Okay, Kavita. Yeah, ma'am. Okay, Kavita. I'm going to India. Ish. Mhm. Gege. Mhm. North India. Okay, I will go to India. The future. Ish birthday. Mhm. North India. Gege. Okay. Not India gigging. Sorry. Please use the future form. Future. Okay, great. So, നമ്മള് I will go to India എന്നാണ് ഇവിടെ പറയുന്നത്. So, നമുക്ക് ഇവിടെ വേണ്ട verb ഏതാ? ഏത് verb വെച്ചാ നമ്മൾ ഇത് ചെയ്യാം? Gehen. Ish birthday. North Indian. Gehen. Sorry. Gehen. Birthday. It's okay, fine. Ish birthday. ഇവിടെ നമ്മൾ burden വെച്ചിട്ടാണ് ചെയ്യുക. സോ burden വെച്ച് ഒരു സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ബേർഡന്റെ കോൺജുഗേഷൻ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കൊടുത്തിട്ട് ദെൻ ഇതിൽ വരുന്ന ഗഹൻ ദാറ്റ് ഇസ് എ മെയിൻ വെർബ് ഹിയർ അതിനെ നമ്മൾ എൻഡില് ഫുൾ ഫോമിൽ കൊടുത്താണ് ചെയ്യുക. സോ ബേർഡൻ സെക്കൻഡിൽ ബേർഡന്റെ കോൺജുഗേഷൻ രണ്ടാമത് കൊടുത്തിട്ട് ആൻഡ് ഇതിൽ വരുന്ന ഗഹൻ എൻഡിൽ കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത്. Ish birthday. North India. Gehen. Yes, Ishwardanak Indian game. Ishwardanak Indian game. And the past form, I went to India. Ish bin North Indian. Gege. Yes, Ishwardanak Indian. Yeah. Okay, Zagood. Next, it's Ramya. Yes, ma'am. Okay, Ramya, I'm making tea. I'm making tea. I'm making tea. Ich mache tea. Yes, I will make tea. Use futur. Ich werde Hmm. Tea machen. Yes, I made tea. The past. Ich habe Tea gemacht. Okay. Then Sri Hello? Lata. Yeah. Yes, Is it very good. Yes, it's correct. Then Sri Lata. Sri Lata, are you there? Yes, ma'am. Hello? Yes. A bit louder. Yes, ma'am. Okay, fine. You're audible now. Okay, I'm coming now. I'm coming now. Or just I'm coming. Come. Hmm. Yes, ish, comma. I will come. I will come. Ich werde Hmm. komme. Is it ish word komme or ish word common? Werde kommen. Okay. അതിന്റെ പാസ്റ്റിൽ പറഞ്ഞു നോക്കി. Ich bin nach kommen. Just ich bin nach. Okay, wait. I came yesterday. I came yesterday എന്നുള്ള സെന്റൻസ് ഈ ഒരു സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ I came yesterday. Ish. Ich bin nach kommen. Okay, please wait. Now, here we are doing the participle swipe. I came yesterday. So, participle swipe ചെയ്യുന്ന ടൈമിലുള്ള രണ്ട് റൂൾസ് മനസ്സിലാക്കുക. Second position is for helping verb and at the end we use the past form. So, here നമ്മൾ യൂസ് ചെയ്യുന്നത് past form. എന്തിന്റെ past form ആ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക? അതായത് common എന്നുള്ളതിന്റെ past. That is gekkommen. So, gekkommen ആണ് നമുക്ക് എൻഡിൽ വേണ്ടത്. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് ഹെൽപ്പിംഗ് വെർബ് ആ വേണ്ടത്. സോ, ish
bin gestern Mhm. gekommen. Bin Mhm. gestern gekommen. Yes, ich bin gestern gekommen. Okay, Gekommen. gestern gekommen. Okay, okay, clear ആണോ? Yes, ma'am. Yes. Okay, guys, ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫോർ അക്ഷയ് ആൻഡ് രമ്യ, നിങ്ങൾ ഡ്യൂട്ടിയിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഗൈസ്, നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു A1-ല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻസസ് ആണ് ഈ ഒരു പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നുള്ളത്. സോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റണം പെട്ടെന്ന് തന്നെ. ഇപ്പോൾ സ്പീക്കിങ്ങിലായാലും റൈറ്റിംഗിലായാലും അത് റീഡ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇനി ജസ്റ്റ് 8. ഞാൻ ജസ്റ്റ് നമ്മള് ഇപ്പോ റെസ്റ്റോറന്റിലെല്ലാം പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ഇപ്പം അതിന്റെ ചെറിയൊരു ഫോമാറ്റിലുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. Okay. Yes, ma'am. So here റെസ്റ്റോറന്റ് bestellen എന്ന് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറന്റ് bestellen. Okay. സോ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് എന്ന് തന്നെയാണ്. bestellen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Okay. bestellen means to order ആണ് കേട്ടോ. നമ്മൾ order. So restaurant bestellen. ജസ്റ്റ് ഹെഡിങ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കുക, അല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം റെസ്റ്റോറന്റ് ഓർഡർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് റെസ്റ്റോറന്റ് നിന്ന് ഓർഡർ ചെയ്യുന്നതിന്റെ ചെറിയൊരു വേർഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഡസ് റെസ്റ്റോറന്റ് bestellen to order der Kellner. ഇതിന് വേണ്ടിയിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത കുറച്ച് വേർഡ്സ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. bestellen to order Kellner വെയിറ്റർ ആണ്. ദി Kellnerin waitress ഫസ്റ്റ്. അപ്പം മെയിൽ ആണെങ്കിൽ Kellner, ഫീമെയിൽ ആണെങ്കിൽ Kellnerin. der Gast means ഗസ്റ്റ് ആണ്. des മെനു നമ്മുടെ മെനു കാർട്ട് ആണ്. des Spielkarte എന്ന് നമ്മൾ മെനു കാർട്ടിന് പറയും. ഇത് രണ്ടും മെനു എന്നും സ്പീസെ കാർട്ടെ എന്നും നമ്മൾ മെനുവിന് പറയും കേട്ടോ. Kellner, Gast, bestellen. സോ ഇത് നമുക്ക് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കുറച്ച് വെക്കാബുലറീസ് മുകളിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഡയലോഗ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് കെൽനറും ഗസ്റ്റും ഉള്ള ഡയലോഗ്. കെൽനർ und ഗസ്റ്റ്, അതായത് ഇവിടെ വന്നിട്ടുള്ള വെയിറ്റർ ആൻഡ് ഗസ്റ്റ്, വെയിറ്ററും ഗസ്റ്റും തമ്മിലുള്ള ഡയലോഗ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ കെൽനർ ഗുഡൻ ടാഗ് എന്ന് പറയും. ഗുഡൻ ടാഗ് നമുക്കറിയാം. ഇപ്പം ഗസ്റ്റ് വന്നിട്ട് ഗുഡൻ ടാഗ്. Ich möchte einen Tisch für eine Person. Ich möchte einen Tisch für eine Person. എന്തായിരിക്കും ഇവിടെ മീനിങ് വരുന്നത്? നിങ്ങൾക്ക് അറിയാത്ത മീനിങ്സ് ചോദിച്ചോട്ടോ. അറിയാത്ത വേർഡ്സ് ഓർ സെന്റൻസ് അല്ല, വേർഡ്സ് നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങളടുത്ത് ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഡിക്ടോഡ്.cc നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മീനിങ്സ് ഒന്ന് നോക്കുക കേട്ടോ. എന്ത് ചെയ്യുക, ഒരു സെന്റൻസ് വായിക്കുക. ഇപ്പൊ ഇതില് ടിഷ് ആണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് മാത്രം നോക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് അതിന്റെ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സെന്റൻസ് മൊത്തത്തിൽ വരുന്ന കംപ്ലീറ്റ് മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സോ ഹിയർ ഗുഡൻ ടാഗ്, ich möchte einen Tisch für eine Person. ടിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ ആണ് കേട്ടോ. Ich möchte einen Tisch für eine Person. So here it means I would like to. I would like to. I would like to.
I would like a table for one person. Table for one One person. person. ഇവിടെ മീൻ ചെയ്യുന്നത് എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ വേണം എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടേബിൾ വേണം എന്നാണ് ഗസ്റ്റ് പറയുന്നത്. അപ്പൊ കെല്ലർ ചോദിക്കുന്നുണ്ട്, haben Sie reserviert? Haben Sie reserviert? Was bedeutet haben Sie reserviert? റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ? Yes, very good. Reservation ചെയ്തിട്ടുണ്ടോ? Have you reserved എന്ന് ചോദിക്കുകയാണ്. Do you have a reservation എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. haben Sie reserviert എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഗസ്റ്റ് പറയുന്നുണ്ട്, ja auf den Namen Müller. Ja auf den Namen Müller. That means ja on the name Müller. Yes, very good. മുള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള നെയിമിൽ റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കെൽനർ ബിറ്റ് കൊമൻസ് മിറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് പ്ലീസ് കം വിത്ത് മീ, അവരുടെ കൂടെ വരാനാണ് പറയുന്നത്. കൊമൻസിമിറ്റ് ഇത് നമ്മൾ പഠിച്ച ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആ? കൊമൻസിമിറ്റ് ഡാറ്റീവ്. Imperative. സോ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇമ്പറാറ്റീവിലും പറയാം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. സോ ബിറ്റ് കൊമൻസിമിറ്റ് ബിറ്റ് നെയ്മൻസി പ്ലാറ്റ്സ്. നെയ്മൻസി പ്ലാറ്റ്സ്. നെയ്മൻസി പ്ലാറ്റ്സ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നെയ്മൻ ടു ടേക്ക് ആണ്, പ്ലാറ്റ്സ് യെസ് ടേക്ക് എ സീറ്റ്. ടേക്ക് എ സീറ്റ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ആ ഒരു സ്ഥലം ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ടേക്ക് ദ പ്ലേസ് എന്ന് പറയും, പക്ഷെ അവിടെ മീൻ ചെയ്യുന്നത് ആ ഒരു ടേക്ക് എ സീറ്റ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഹിയർ ഇസ് ദി സ്പീസ് കാർട്ടർ. ഹിയർ ഇസ് ദി സ്പേസ് കാർട്ടർ. ദാറ്റ് മീൻസ് Here is your menu. യെസ് കറക്റ്റ്. ഹിയർ ഇസ് ദ മെനു എന്ന് പറയുന്നത്. അപ്പൊ ഗസ്റ്റ് എന്താ പറയുന്നത്? ഫിലൻ ദാങ്ക്. ഫിലൻ ദാങ്ക്. Thank you very much. യെസ്, ഒരുപാട് നന്ദി. ഫീലൻ ഡാങ്ക്. ഇപ്പൊ ഫീലൻ മീൻസ് മെനി ആണ് കേട്ടോ. ദാങ്ക്, താങ്ക് യു, മെനി താങ്ക്സ്. അത് നമുക്ക് കുറച്ച് സെൻസ്ലെസ് ആയിട്ട് തോന്നും. ഒരുപാട് ആ ഒരു താങ്ക്ഫുൾനെസ് അത്രയും ഇതിൽ നമ്മൾ പറയുന്ന ടൈമിൽ can use vielen Dank. സോ ദെൻ കെൽനർ ചോദിക്കുന്നുണ്ട്, was möchten Sie trinken? Was möchten Sie trinken? That means What would you like to drink? What would you like to drink? yes, very good. What would you like to drink? Then he replied, ich möchte gern ein Bier und eine Cola. Ich möchte gern ein Bier und eine Cola. Guys, നമ്മൾ ഈ ഒരു ഗേൺ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്ന ടൈമിൽ വേർബിന് ശേഷം നമുക്ക് ഈ ഒരു ഗേൺ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ, നിങ്ങൾക്ക് ഒരുപാട് സിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ് സിങ് ഗേൺ, ഇഷ് സിങ് ഗേൺ. അതുപോലെ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ് ഡാൻസ് ഗേൺ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ വായിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ് ലീസ് ഗേൺ. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഗേൺ എന്നുള്ള ഈ ഒരു പ്രയോഗം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ ഗേണിന്റെ മീനിങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന ടൈമിൽ നമ്മൾ ഗ്ലാഡ്ലി എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. നമ്മൾ ഈ ഗ്ലാഡ് എന്നൊക്കെ പറയില്ലേ, സോ ഈ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ ich möchte gern ein Bier und eine Cola. എന്തായിരിക്കും മീനിങ്? I would like to I'd have like a beer One and beer and one cola. I would like a beer and a cola. I would like a beer and a coke എന്ന് പറയണം. ഇപ്പൊ കെൽനർ ഓക്കെ kommt sofort എന്ന് പറയുന്നുണ്ട്. kommt sofort. നമ്മുടെ ന്യൂ വേർഡ്സ് കാണുന്ന ടൈമിൽ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ ഇതില് തന്നെ. സോ kommt sofort means come immediately. ഓക്കെ ഓക്കെ, kommt sofort ഇപ്പൊ പെട്ടെന്ന് വരും, പെട്ടെന്ന് എടുക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. പക്ഷെ ഇത് നമ്മൾ വേർഡ് ടു വേർഡ് മീനിങ് നോക്കുന്ന ടൈമിൽ come immediately, അതായത് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കെൽനർ പോയി. സോ ഗസ് ഡാങ്ക്, താങ്ക് യു എന്ന് പറയാണ്. എന്നിട്ട് കെൽനർ അവിടെ നെക്സ്റ്റ് ഓർഡർ എടുക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ട്രിങ്കനായി ചോദിച്ചോളൂ. കെൽനർ നെക്സ്റ്റ് was möchten Sie trinken, നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് വേണ്ടേ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. was möchten Sie essen. was möchten Sie essen. So ich möchte eine Pizza und einen Salat. എന്തായിരിക്കും? I would like to have Like one to pizza and one a pizza and salad. one salad. salad. യെസ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് കെൽനർ കുറച്ച് കഴിഞ്ഞ് ഹിയർ ഇസ്
ഇയറെ ബെസ്റ്റലും എന്ന് പറയുന്നുണ്ട്. ഇയറെസ്റ്റ് ഇയറെ ബെസ്റ്റലും എന്താ വരുന്ന മീനിങ്? ബെസ്റ്റലും എന്ന് പറഞ്ഞു Here is കഴിഞ്ഞാൽ your Here is the order. യെസ്, order. Here Here is is your your order. order. ഹിയർ ഇസ് ദ ഓർഡർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സോ ഗസ്റ്റ് ഡാങ്ക് എന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? താങ്ക് യു എന്ന് പറയുന്നുണ്ട്. സ്പാറ്റർ എന്നിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റിൽ സ്പാറ്റർ എന്ന് കൊടുത്തത് നിങ്ങൾക്ക് കാണാം. സ്പാറ്റർ മീൻസ് ലേറ്റർ. ലേറ്റർ ജസ്റ്റ് കുറച്ച് ടൈം, ഇപ്പം ആ ഒരു ഇവർക്ക് കഴിക്കാനുള്ള ആ ഒരു ടൈം. അതിനുശേഷം കെല്ലർ ചോദിച്ചു വി വാർ ഡസ് എസൻ. വി വാർ ഡസ് എസൻ. Was bedeutet wie war das Essen? How was the How food? the food? The food. Yes, guys, perfect. How was the food? Gast, ja, es schmeckt gut. Schmeckt means taste, ആണ് ട്ടോ. Taste. Ja, es schmeckt gut means The taste is good. yes, it taste is good. Kellner, thank you. Danke പറയുന്നുണ്ട്. Then Gast, ich möchte zahlen. Ich möchte zahlen. സാലൻ മീൻസ് ടു പേ. നമ്മൾ പേയ്മെന്റ് പേ ചെയ്യുന്നതിനാണ് സാലൻ എന്ന് പറയുന്നത്. സോ ഐ വുഡ് ലൈക്ക് ടു പേ. സോ കെൽനർ എന്താ പറയുന്നത്? ബിറ്റ് സാലൻ സി 40 euro എന്തായിരിക്കും? The payment is 40 euro. ബിറ്റ് സാലൻ, ദാറ്റ് മീൻസ് പ്ലീസ് പേ ആണ് കേട്ടോ. Please ബിറ്റ് pay. സാലൻ സി 40 euro. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു ബിറ്റ എല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ബിറ്റ എല്ലാം മോസ്റ്റ്ലി സ്റ്റാർട്ടിങ്ങിൽ വരും കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റിന് എവിടെ കൊടുക്കും? Third position. Third Yes. position. So here's please pay 40 euro. Gast here bitte. Here please എന്ന് പറയുന്നുണ്ട്. Kellner then vielen Dank. Gast auf Wiedersehen എന്ന് പറയുന്നുണ്ട്. സോ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങളൊക്കെ ജർമ്മനിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം, എന്തെങ്കിലും റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വേർഡ്സ് ആൻഡ് സെന്റൻസസ് ആണ്. സോ ഇത് നിങ്ങൾ പഠിക്കാം. ഓക്കെ ഗൈസ്, ക്ലിയർ ആണോ? ഏതെങ്കിലും വേർഡ്സിൽ കൺഫ്യൂഷൻ ഉണ്ടോ ഇതില്? Salan numbers meaning ഉണ്ടോ? Yes, Salan means to numbers. Salan means numbers. പക്ഷെ നമ്മൾ ഒരു to pay എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ Salan യൂസ് ചെയ്യും. Verb ആയിട്ട് use ചെയ്യും. Yes, verb ആയിട്ട് യൂസ് ചെയ്യും. ഗൈസ് വേർഡ്സ് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഇതില് സൊഫോട്ട് എല്ലാം നിങ്ങൾക്ക് സ്പാറ്റർ മീൻസ് ലേറ്റർ ദാൻ സൊഫോട്ട് ഇമീഡിയറ്റ്ലി, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് വിത്ത് മീനിങ് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ PDF വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്ത് തരാം. ആൻഡ് ഗൈസ് നമ്മുടെ ഗ്രമാറ്റിക് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ് എന്നല്ല, നമ്മുടെ E1 വരുന്ന ഗ്രാമേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടെൻസസും നിങ്ങൾക്ക് എല്ലാവർക്കും, ദാറ്റ് മീൻസ് ലൈവ് ക്ലാസ്സസ് ഡെയിലി അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാം ക്ലിയർ ആണ്. ആൻഡ് യാ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പോകുന്ന ഒരു റിവിഷൻ ആയിരിക്കും, ഡീറ്റെയിൽഡ് റിവിഷൻ ആയിരിക്കും. അതായത് ഏതെല്ലാം ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ടുള്ള റിവിഷൻ ആണ്. ഒരിക്കലും നമ്പേഴ്സ്, മന്ത്സ്, ഡേയ്സ് ഇതൊന്നും റിവൈസ് ചെയ്യല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ എടുത്തിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നോക്കുക, അതിലും എന്തെങ്കിലും മിസ് ആയതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് ഈ ഒരു 1 day ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, സോ
നിങ്ങളൊന്ന് പഠിക്കുക. അതായത് പഠിക്കുക മീൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് എന്നുള്ളത് നോക്കുക. അപ്പം ഏത് പോർഷന് വരുമ്പോഴാണ്, ഏത് ഗ്രാമാറ്റിക് പാർട്ടിലാണ് നിങ്ങൾ സ്റ്റക്ക് ആവുന്നതെന്ന് നോക്കുക. എന്നിട്ട് അത് നോട്ട് ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുക. ഇപ്പൊ നിങ്ങളിപ്പോ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്ത് നമുക്ക് ചെയ്യാം. ആർക്കാണോ ഇപ്പം നിങ്ങളിൽ ആർക്കെല്ലാം ഏതെല്ലാം ടോപ്പിക്സ് ആണോ ബുദ്ധിമുട്ടുള്ളത്, ആ ടോപ്പിക്സ് എല്ലാം എല്ലാ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അതിൽ കുറച്ചധികം ആക്ടിവിറ്റീസും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് വരാം കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആൻഡ് ഇനി നമ്മൾ മോസ്റ്റ്ലി ഒന്നുകൂടെ ആക്ടിവിറ്റിയിലോട്ടും അതുപോലെ നമ്മുടെ ഗോയത്തെ എക്സാം പ്രിപ്പറേഷൻ, ഗോയത്തെ എക്സാം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. സോ അതിൽ തന്നെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ റിവിഷൻ വേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യാം. ഓക്കെ ഗൈസ്, ക്ലിയർ? Yes, ma'am. ജസ്റ്റ് സെക്കൻഡ്, ഞാൻ ടോപ്പിക്സ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ. നിങ്ങൾ ജസ്റ്റ് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അതുപോലെ പിക്ചേഴ്സ് ഇപ്പം ടെക്സ്റ്റ് ബുക്സ് എന്നല്ല, ഇപ്പൊ നിങ്ങൾ എന്തിന്റെങ്കിലും ബുക്സിലോ അല്ലെങ്കിൽ ഫോണിലോ എല്ലാം പിക്ചേഴ്സ് നോക്കുക. എന്നിട്ട് ഈ പിക്ചേഴ്സ് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സ് നിങ്ങൾ ചെക്ക് ചെയ്യും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതിന്റെ കളറ്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് ഇങ്ങനെ വന്നിട്ട്. സോ അത് നോക്കുക. എന്നിട്ട് അതില് ഒരു 5 സെന്റൻസസിലെങ്കിലും ഇപ്പോ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്പീക്കിംഗ് പെട്ടെന്ന് ഇംപ്രൂവ് ആവുന്നുണ്ടാവും. നമ്മുടെ ബാച്ച് 904 ആണോ? Yes. Yes, ma'am. സ്റ്റിൽ നിങ്ങളിൽ ആരെല്ലാം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും റെക്കോർഡിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഗൈസ്, റെക്കോർഡിങ്സ് പെൻഡിങ് ആക്കി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. റെക്കോർഡിങ്സ് എന്ത് ചെയ്യുക, റെക്കോർഡിങ്സ് എന്ന് പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് റെക്കോർഡിങ്സ് തരുന്നത്. സോ ഈ റെക്കോർഡിങ്സ് ഒരിക്കലും പെൻഡിങ് ആക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, റെക്കോർഡിങ്സ് കംപ്ലീറ്റ് ചെയ്ത് കേട്ടിട്ട് നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പം നമ്പേഴ്സ്, സീസൺസ്, ആൽഫബറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, സ്റ്റിൽ റെക്കോർഡിങ്സ് പെൻഡിങ് ഉള്ളവര് റെക്കോർഡിങ്സ് വാച്ച് ചെയ്യുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കോഴ്സ് കഴിയുന്നതിന് മുൻപായിട്ടെങ്കിലും ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഗൈസ്, സ്ക്രീന് ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? Yes. സോ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഫസ്റ്റില് ഗ്രീറ്റിംഗ്സ്, ദെൻ ആൽഫബറ്റ്സ് നമ്മൾ എടുത്തു. ആൻഡ് ഡേയ്സ്, മന്ത്സ്, സീസൺസ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ. സീസൺസ് ഷെയർ ചെയ്തിട്ടില്ലേ ഗൈസ് ഗ്രൂപ്പിൽ? ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം, ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ട്. യെസ്. And numbers, conjugation, sentence structure, articles, time, formal and informal, then imperative. Imperative നമ്മുടെ Z ഫോമില് 2 ഫോമില് പഠിച്ചിട്ടുണ്ട്. Kein, nicht, Webfragen, Ja-Nein-Fragen, ordinal numbers, Vorstellen ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Vorstellen നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു Vorstellende വേർഷൻ പഠിക്കുക. Modal Verben, Mjosten und Verben, Treadbare Verben, then nominative, accusative, dative. I think നിങ്ങൾ ഒരുപാട് പേർക്ക് ഈ ഒരു nominative, accusative, dative ആയിരിക്കും കൺഫ്യൂഷൻ എന്ന് തോന്നുന്നു. Not nominative, accusative, dative ആയിരിക്കും. Then personal pronomen in dative and accusative. Then possessive articles like mine, dine, sein. That's then preteritum, perfect. Perfect means participes ആണ് talking ചെയ്ത്. Then email, brief. Guys, email and brief ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾ
നിങ്ങളുടെ റൈറ്റിംഗ് പാർട്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇമെയിൽ അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഷെയർ ചെയ്യാം. ദെൻ ബിൽബെഷ്റൈബും പിന്നെ വന്നിട്ടുള്ളത് ആക്ടിവിറ്റീസ് ആണ്. സോ നമുക്ക് ഇത്രയും ഗ്രാമാറ്റിക് പോർഷൻസ് ആണ് E1 വരുന്നത്. ആൻഡ് ഇത് നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടാവും. നോട്ട്സ് ഇല്ലാത്തത് ചോദിക്കാം, എന്നിട്ട് റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ. കളേഴ്സ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഓ, ഐ ഹാവ് ഷെയർഡ്, ഐ തിങ്ക് 904 ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പിലൊന്ന് നോക്കിയേ. ഗോട്ട് ഇറ്റ്? എനിക്ക് കിട്ടിയിട്ടില്ല, അതാണ്. ഗൈസ്, ആരെങ്കിലും ഗ്രൂപ്പിൽ കളേഴ്സ് ഷെയർ ചെയ്തതായിട്ട് കണ്ടോ? ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഡിഫാബൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൽ. ഇപ്പം കണ്ടു, ഇപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മാം പിന്നെ ഒരു കാര്യം കൂടെ മാം, ഞാൻ ചാറ്റില് ടൈപ്പ് ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുവാണെങ്കിൽ റെക്കോർഡിങ്സ് കേൾക്കുമ്പോഴത്തേന് അത് എളുപ്പമായിരിക്കും. ഐ എം സോ സോറി ഗൈസ്. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ആരും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ റെക്കോർഡിങ്സ് കേൾക്കുന്ന ടൈമിൽ അവിടെ ഡിസ്പ്ലേ ആവുന്നില്ല അല്ലെ? ഇല്ല. ഇല്ല, റെക്കോർഡിങ്സിൽ വരുന്നില്ല, ചാറ്റ് വരുന്നില്ല. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ഇന്ന് ജസ്റ്റ് നമ്മൾ ആ ഒരു സെന്റൻസസ് തേർഡ് പൊസിഷൻ സബ്ജക്ട് വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നമ്മൾ റിവിഷൻ ടൈമിൽ നമുക്ക് ചാറ്റിൽ വരുന്നത് നമുക്ക് വൈറ്റ് ബോർഡ് വെച്ച് ചെയ്യാം. ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. ഓക്കെ ഗൈസ്, ക്ലിയർ? യെസ് മാം. സോ റിവൈസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ടൈമിൽ നോട്ട് എഴുതി വെച്ചോ ഡൗട്ട്സ്, ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാൻ. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. Cheers, bis bald. Danke. Ja, bitte. Thank you. Vielen Dank, bis bald.